ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ കമ്മ്യൂണിറ്റിയുടെ പ്രാധാന്യം എത്രമാത്രമുണ്ട്? കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ് ദ നെക്സ്റ്റ് റെവല്യൂഷൻ ഇൻ ഡിജിറ്റൽ കോച്ചിങ്. ഡിജിറ്റൽ കോച്ചിങ്ങിലെ വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഏരിയയാണ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ്. ആരാണോ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നത് അവർക്കായിരിക്കും വലിയ രീതിയിലുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് വരും കാലങ്ങളിൽ. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഇൻ എ നോളജ് ബേസ് ബിസിനസ്. ഓക്കെ, ഫസ്റ്റ് പോയിൻ്റ്, ഒരു മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഇപ്പോൾ എൻ്റെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ ഐ എം ഓൺ എ മിഷൻ ടു ഹെൽപ്പ് 1 lakh people of Kerala to achieve digital passive income and a lifestyle of happiness. അതുകൊണ്ടാണ് ഞാൻ ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബ്ബ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കൊരു മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവണം. നിങ്ങൾ എന്താണ് നിങ്ങളുടെ മിഷൻ? നിങ്ങളുടെ കമ്മ്യൂണിറ്റി കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, പല മേഖലകളിലായിരിക്കാം പല ആളുകളും വർക്ക് ചെയ്യുന്നത്. ആരോഗ്യ മേഖല, അതുപോലെ ആർട്സ്, റിലേഷൻഷിപ്പ്, മണി, പല വെറൈറ്റി നിഷസ് ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങളുടെ നിശ്ചയമായിട്ട് ബന്ധപ്പെട്ട്, നിങ്ങളുടെ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മിഷൻ എന്താണ്, ഇത് വളരെ വ്യക്തമായിരിക്കണം. അത് നിങ്ങൾ തയ്യാറാക്കണം. ഒന്നാമത്തെ പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ്, നിങ്ങൾ എന്ത് മെസ്സേജാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയിലൂടെ കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്ക്. ഇപ്പോൾ എൻ്റെ ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബ്ബിൽ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ ഞാൻ കൊടുക്കുന്ന മെസ്സേജ്, എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെ നിങ്ങൾക്കൊരു സൂപ്പർ പ്രോഫിറ്റബിൾ ബിസിനസ് ബിൽഡ് ചെയ്യാം വീട്ടിലിരുന്നുകൊണ്ട്. നിങ്ങൾക്കിഷ്ടമുള്ള മേഖല എന്ത് തന്നെയാണെങ്കിലും അതിനെ ഒരു ഡിജിറ്റൽ കോച്ചിങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. 100% വർക്ക് ഫ്രം ഹോം. അപ്പോൾ എങ്ങനെയാണ് അതിലൂടെ നമുക്കൊരു ഡിജിറ്റൽ പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഇതാണ് എൻ്റെ മെസ്സേജ്. ഓക്കെ, 100% വർക്ക് ഫ്രം ഹോം. ഓക്കെ, നെക്സ്റ്റ്, അതുപോലൊരു മെസ്സേജ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഏത് മെസ്സേജാണ് നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? മൂന്നാമത്തെ പോയിൻ്റ്, കോഡ് ഓഫ് ഓണർ. കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിൻ്റെ സ്പൈനാണ് കോഡ് ഓഫ് ഓണർ, അതായത് കോർ വാല്യൂസ്. നിങ്ങൾ വിശ്വസിക്കുന്ന വാല്യൂസ്, മൂല്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പം അതിനെ ബേസ് ചെയ്ത് വേണം നിങ്ങളുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ. ഇപ്പോൾ നമ്മളൊരു വീട് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിൽഡിങ് പണിയുമ്പോൾ പില്ലർ വാർക്കാറുണ്ടല്ലേ, ബേസ്മെൻറ്റ്, അതാണ് അടിസ്ഥാനം. അപ്പം അതുപോലെ ഈ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിൻ്റെ പില്ലേഴ്സാണ് കോഡ് ഓഫ് ഓണർ. ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന മേജർ വാല്യൂസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഹാപ്പിനെസ്, അതുപോലെ കമ്മിറ്റ്മെൻറ്റ്, ഡെഡിക്കേഷൻ, സ്പീഡ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള വേർഡ്സുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ കോർ വാല്യൂസ്. ഓക്കെ, അപ്പം അതിനെ ബേസ് ചെയ്ത് വേണം നിങ്ങളുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ. ഓക്കെ, അടുത്ത പോയിൻ്റാണ് ഗൈഡ് ലൈൻസ്. നമുക്കറിയാം, ഏതൊരു കമ്മ്യൂണിറ്റി ആണെങ്കിലും ഏത് തരത്തിലുള്ള സംഘടനകളാണെങ്കിലും അതിന് ഗൈഡ് ലൈൻസ് ഉണ്ടല്ലേ. അപ്പം അതുപോലെ നിങ്ങൾക്ക് ഒരു ഗൈഡ് ലൈൻസ് നിങ്ങൾ തയ്യാറാക്കണം. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ എന്തൊക്കെയാണ് മെമ്പേഴ്സിന് ഷെയർ ചെയ്യാൻ സാധിക്കുന്നത്, എന്തൊക്കെ ഷെയർ ചെയ്യാൻ പാടില്ല. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഗൈഡ് ലൈൻസ് ഇല്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ ഡയറക്ഷൻ തന്നെ മാറിപ്പോകും. കൃത്യമായിട്ട് ഗൈഡ് ലൈൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ ആ കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സ് ബാധ്യസ്ഥരാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു ഗൈഡ് ലൈൻസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. നിങ്ങളുടെ ഗോളിലേക്ക്, നിങ്ങളുടെ മെസ്സേജിലേക്ക്, നിങ്ങളുടെ മിഷനിലേക്ക് എത്തുന്ന രീതിയിലായിരിക്കണം ആ ഗൈഡ് ലൈൻസും അതുപോലെ ഈ കോഡ് ഓഫ് ഓണറും നിങ്ങൾ സ്ട്രക്ചർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് പോയിൻ്റ്, ഇമോഷണൽ കണക്ഷൻ. ശരിക്കും കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിൻ്റെ അൾട്ടിമേറ്റ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യുകയാണ് നിങ്ങളുടെ ക്ലയൻറ്റുമായിട്ട്. ഒരിക്കലും നമ്മൾ ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്ന കാര്യമല്ല പഠിപ്പിക്കുന്നത്, മറിച്ച് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക, കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സുമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യുക. ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്ത് എന്ത് സംഭവിക്കും? ഇപ്പോൾ നിങ്ങളുമായിട്ട് ആരാണോ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഫൗണ്ടർ, അവരുമായിട്ട് നല്ല അഭേദ്യമായ ബന്ധം, വളരെ സ്ട്രോങ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കസ്റ്റമേഴ്സിന് സാധിക്കും. അപ്പോൾ അതുവഴി വലിയൊരു ലിവറേജാണ് നമുക്ക് ഫ്യൂച്ചറിൽ ലഭിക്കുന്നത്. വലിയ രീതിയിലുള്ളൊരു മാസീവ് ഗ്രോത്തിനുള്ള ഒരു എൻട്രി പോയിൻ്റാണ് ഈ ഒരു ഇമോഷണൽ കണക്ഷൻ. റൈറ്റ്. നെക്സ്റ്റ് പോയിൻ്റ്, ബിൽഡ് ലീഡേഴ്സ്. ഈ കമ്മ്യൂണിറ്റിയിലുള്ള കോർ മെമ്പേഴ്സിനെ വെച്ചുകൊണ്ട് അതിൽ സെലക്റ്റീവായിട്ടുള്ള ആളുകളെ നിങ്ങൾ ലീഡേഴ്സ് ആക്കണം. അതെല്ലാം നിങ്ങളുടെ മിഷനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. അവർക്ക് അവരുടേതായ നിശ്ചയമായിട്ട് ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അവർക്ക് അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുവഴി നിങ്ങൾക്ക് സ്ട്രോങ് പില്ലേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.
ഒരു കോറായിട്ടുള്ളൊരു 10 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ 10 മെമ്പേഴ്സ് നമുക്കറിയാം ഏതൊരു കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ വോളണ്ടിയേഴ്സ് ഉണ്ടല്ലേ, ഏതൊരു സംഘടനയിലാണെങ്കിലും വോളണ്ടിയേഴ്സ് ഉണ്ട്. അതുപോലെ വോളണ്ടിയേഴ്സിനെ നിങ്ങൾ ബിൽഡ് ചെയ്യണം. അവർ ലീഡേഴ്സ് ആയിരിക്കണം, അവരായിരിക്കും ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ വർക്ക് കുറഞ്ഞു, നിങ്ങളുടെ ഇൻകം പാസീവായി, നിങ്ങൾക്ക് സീറോ വർക്കിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. ശരിക്കും ഇതാണ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ വർക്ക് എഫർട്ട് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ആദ്യ സമയത്ത് നല്ല രീതിയിലൊരു എങ്ങനെ ആയാലും ഒരു 3 വർഷത്തിന് നല്ല രീതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അത് സ്പീഡ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ അനുസരിച്ചാണ്. നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് വേണമെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാം. അത് ബേസ്ഡ് ഓൺ യുവർ സ്പീഡ് ആൻഡ് യുവർ ഡെഡിക്കേഷൻ, റൈറ്റ്. നെക്സ്റ്റ് പോയിൻ്റ്, പ്രോപ്പർ സർവീസ്. ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ധാരാളം മെമ്പേഴ്സ് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നു. അവർക്ക് കൃത്യമായിട്ട് സർവീസ് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ അത് ഒരു പരിധി വരെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ലീഡേഴ്സ് വഴി നിങ്ങൾക്ക് ആ ഒരു ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ വർക്ക് ഡിവൈഡ് ചെയ്ത് ലീഡേഴ്സിലേക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അവർക്കത് അവരുടെ മേഖലയിൽ അവർക്ക് ലീഡർഷിപ്പിലേക്ക് എത്താനുള്ള ഒരു പാതയോ ആയിരിക്കും അത്. അവർക്ക് വലിയൊരു ലീഡർഷിപ്പ് ലെവലിലേക്ക് എത്താനുള്ള ഒരു എന്താ പറയുക, ഒരു അവസരം കൂടെ ആയിരിക്കും അവർ. സോ അവരത് മാക്സിമം യൂസ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ രീതിയിൽ ഒരു പ്രോപ്പർ സർവീസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കണം നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ ഈച്ച് ആൻഡ് എവരി മെമ്പർ. ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഒരു കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ശരിക്കും സർവീസിൻ്റെ ക്വാളിറ്റി കുറയുന്നതാണ് പല ബിസിനസ്സിലും കണ്ടുവരുന്നത്. എന്നാൽ ഈ ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉള്ളതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ ഈ കമ്മ്യൂണിറ്റി ബിൽഡിങ്ങും അതുപോലെ കമ്മ്യൂണിറ്റി ബേസ് ചെയ്തുള്ള വോളണ്ടിയേഴ്സ്, അതായത് ലീഡേഴ്സിനെ സെറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ വർക്ക് ലോഡ് കുറയും. അതോടൊപ്പം നല്ല രീതിയിൽ എല്ലാവർക്കും നിങ്ങൾക്ക് സർവീസ് കൊടുക്കാനായിട്ട് സാധിക്കും. വർക്ക് സ്പ്ലിറ്റ് ചെയ്ത് താഴേക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയാണ് കമ്മ്യൂണിറ്റി ഗ്രോ ചെയ്യുന്നത്, റൈറ്റ്. നെക്സ്റ്റ് പോയിൻ്റ്, സെൽ മെമ്പർഷിപ്സ്. അപ്പോൾ ഒരിക്കലും പ്രോഡക്റ്റ് സെല്ല് ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തിലല്ല നിൽക്കേണ്ടത്, മറിച്ച് എന്താണ്, സെൽ മെമ്പർഷിപ്സ്. ഇപ്പം എൻ്റെ ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബ്ബിൽ 3 മെമ്പർഷിപ്പാണുള്ളത്. ഒന്ന് സിൽവർ മെമ്പർഷിപ്പ്, ഗോൾഡ് മെമ്പർഷിപ്പ്, ഡയമണ്ട് മെമ്പർഷിപ്പ്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 മെമ്പർഷിപ്പ് വൈസ് വേണം നിങ്ങളുടെ പ്രോഡക്ട്സുകൾ സെല്ല് ചെയ്യാൻ. ഒരു സിംഗിൾ പ്രോഡക്റ്റായിട്ട് സെല്ല് ചെയ്യാൻ പാടില്ല. പ്രോഡക്റ്റ് സെല്ലിംഗ് അല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. യു ബിൽഡ് പീപ്പിൾ ബിൽഡ് ദ ബിസിനസ്. അപ്പോൾ ആരാണോ കമ്മ്യൂണിറ്റി ഗെയിമിൽ ഫോക്കസ് ചെയ്യുന്നത്, കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ ആരാണോ ഫോക്കസ് ചെയ്യുന്നത്, അവർ വിപ്ലവകരമായ മാറ്റം ഈ ഒരു ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ നേടാനായിട്ട് സാധിക്കും. സോ സെൽ മെമ്പർഷിപ്സ്. നെക്സ്റ്റ് പോയിന്റ്, ഹൈ ടിക്കറ്റ് സബ്സ്ക്രിപ്ഷൻ. നമുക്കറിയാം ലെവൽ 1 കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 5000 രൂപ റേഞ്ചിലായിരിക്കും ലെവൽ 1 കോഴ്സ്. ലെവൽ 2 ഒരു 20,000, ലെവൽ 3 ഒരു 45,000 to 1 lakh, റൈറ്റ്. അപ്പോൾ ഈ കസ്റ്റമേഴ്സുമായിട്ടുള്ളൊരു ഇമോഷണൽ കണക്ഷൻ, കമ്മ്യൂണിറ്റി മെമ്പേഴ്സുമായിട്ടുള്ളൊരു ഇമോഷണൽ കണക്ഷൻ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ് അവർക്കുണ്ടല്ലേ. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഹൈ ടിക്കറ്റ് പ്രോഡക്റ്റ് സെല് ചെയ്യാം. 5 ലക്ഷം, 10 ലക്ഷം, 25 ലക്ഷം ആ രീതിയിലുള്ള പ്രോഡക്ട്സുകൾ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ മോഡൽ സെല് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ആലോചിച്ച് നോക്കുക, ഒരു 100 പേര് 25 ലക്ഷം രൂപ വെച്ച് വർഷം നിങ്ങളുടെ ഒരു പ്രോഡക്റ്റിന് വേണ്ടി പേ ചെയ്യുന്നു. അപ്പോൾ എത്ര രൂപ ടേൺ ഓവറായി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 25 lakhs into 100. ഇതാണ് കമ്മ്യൂണിറ്റി ഗെയിമിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത്, റൈറ്റ്. നെക്സ്റ്റ് പോയിൻ്റ്, ബിൽഡ് ഗ്ലോബൽ ബ്രാൻഡ്സ്. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളെ, ആരാണോ സീരിയസ് ആയിട്ട് നിൽക്കുന്ന പില്ലേഴ്സായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ആരാണോ സീരിയസ് ആയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്, അവരെ നിങ്ങൾക്ക് ഗ്ലോബൽ ബ്രാൻഡ്സാക്കി ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കണം. എന്താണ്, അവരുടെ ഏരിയയിൽ അവരെ വലിയൊരു ലെജൻസാക്കി, അവരുടെ ഏരിയയിൽ വലിയ പെർഫെക്ഷനായിട്ടുള്ളൊരു മാസ്റ്ററാക്കി മാറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ ആ രീതിയിലൊരു ഗ്ലോബൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വേണം നിങ്ങൾ ഈ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിലേക്ക് കടന്നു വരാൻ, റൈറ്റ്. നെക്സ്റ്റ് പോയിൻ്റ്, ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ട് പറഞ്ഞിരിക്കുന്നത്, റിലീജിയസ് കമ്മ്യൂണിറ്റീസ് അല്ലേ. അപ്പോൾ ആരാണോ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ നമുക്ക് ഒരുപാട് കമ്മ്യൂണിറ്റി എടുത്ത് പരിശോധിക്കാണ്ട്, റിലീജിയസ് കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ, ഇസ്ലാം, ഹിന്ദുസ്, ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ടല്ലേ, ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോൾ അതിന് തലപ്പത്തിരിക്കുന്ന ഒരു ഫൗണ്ടർ ഉണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹം ആയിരിക്കും അത് ലീഡ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കമ്മ്യൂണിറ്റി, ഇപ്പോൾ റിലീജിയസ് ആണെങ്കിലും അല്ലെങ്കിൽ
ചരിത്രങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ധാരാളം ആളുകൾ സ്വാതന്ത്ര്യ സമരമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് പേര്, പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിയൊക്കെ ഗൈഡ് ചെയ്തിരുന്നു അല്ലേ, ലീഡറായിട്ട് ഫ്രണ്ട് നിന്നിരുന്നു. അദ്ദേഹത്തെ ഫോളോ ചെയ്യാനായിട്ട് ജനലക്ഷങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ നിൽക്കുക. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടികൾ ആലോചിച്ച് നോക്കി, ഗൈഡ് ചെയ്യാൻ ഒരാൾ കാണും, സംസ്ഥാന ലെവൽ അല്ലെങ്കിൽ കേന്ദ്ര ലെവലിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അവിടുന്ന് ഒരു മെസ്സേജ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാസ് റൂട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തി പോലും അതറിയും. ശരിയാണോ? ഇതാണ് കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക. കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിലൂടെ ഒരു മാസീവ് ഗ്രോത്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനേക്കാൾ ഉപരി ഈ കമ്മ്യൂണിറ്റി ഗെയിമിലൂടെ നിങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഇനി അതല്ല, നിങ്ങൾ സെപ്പറേറ്റ് ഓരോ പ്രോഡക്റ്റ് വൈസ് സെല്ല് ചെയ്യുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി ഇല്ല എന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ പ്രോഡക്റ്റ് മേടിച്ചു പോയി നിങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ രീതിയിൽ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അവർക്ക് റിസൾട്ട് കൊടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം റിസൾട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രോഡക്റ്റ് സെല്ലിംഗ് അല്ല പ്രധാനം, റിസൾട്ട്. കസ്റ്റമേഴ്സിന് മാക്സിമം റിസൾട്ട് കൊടുക്കണമെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ അണ്ടറിൽ, ഒരു കുടയുടെ കീഴിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അവരെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ലൈഫ് ടൈം. അപ്പോൾ ലൈഫ് ടൈം അവർക്ക് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നിങ്ങളോടൊപ്പം നിൽക്കില്ലേ? ശരിയാണോ അല്ലയോ? നിൽക്കില്ലേ? ടൈപ്പ് ദ കമൻറ്റ് ബോക്സ്. നിങ്ങൾ താഴത്തെ ചാറ്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി ഗെയിം എന്ന ഒരു ഐഡിയോളജിയിൽ നിങ്ങൾക്ക് എന്താണ് ലഭിച്ചത്? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? താഴത്തെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി ബേസിസ് ലഭിക്കുന്നതാണ്. ഒന്നുകൂടെ ഞാൻ സോർട്ട് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് പോയിൻറ്റ് മിഷൻ, സെക്കൻഡ് മെസ്സേജ്, തേർഡ് കോഡ് ഓഫ് ഓണർ, 4 ഗൈഡ് ലൈൻസ്, നെക്സ്റ്റ് ഇമോഷണൽ കണക്ഷൻ, നെക്സ്റ്റ് ബിൽഡ് ലീഡേഴ്സ്, പ്രോപ്പർ സർവീസ്, സെൽ മെമ്പർഷിപ്സ്, ഹൈ ടിക്കറ്റ് സബ്സ്ക്രിപ്ഷൻ ആൻഡ് ബിൽഡ് ഗ്ലോബൽ ബ്രാൻഡ്സ്. ഇത്രയും പോയിൻറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമേസിംഗ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയയിൽ, നിങ്ങളുടെ മേഖല ഏതാണോ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ മേഖലയിൽ നിങ്ങൾക്ക് വലിയൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം മാസീവ് ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ധാരാളം ആളുകളെ നിങ്ങൾക്ക് സഹായിക്കാനായിട്ട് സാധിക്കും. റൈറ്റ്? ഓക്കെ, ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അതോടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക മറക്കരുത്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.